എൻ്റെ കർത്താവ് എന്നധികം 4 കാലിൽ വരുമ്പോ പാത്രത്തിൽ കണ്ടില്ലെങ്കിൽ ഇവിടെ കെടുന്ന് പൊറുക്കണ്ട. എന്തെന്റെ ജോയി മോനെ, വേണമെങ്കിൽ ഇവിടെ ഒന്ന് കുടിക്കടാ. നിന്റെ അപ്പം 4 കാലിൽ എപ്പോഴാ വരണേന്നറിയില്ല. വരുമ്പോ പാത്രത്തിൽ കണ്ടില്ലെങ്കിൽ ഇവിടെ പള്ളി പെരുന്നാളാവും. അതെന്റെ ജോയിമോൻ കാണാറില്ലേ? കിട്ടിയ കാശൊക്കെ ഷാപ്പിൽ കൊടുക്കും. ആടിയാ വരിക. കണ്ണടച്ച പാത്രത്തിൽ നിന്ന് വാരി തിന്നാറ്. ആ പാത്രത്തിൽ നിന്ന് അങ്ങനെ എന്നെ കട്ടിലേക്ക് ചെരിയും. അതോടെ അന്നത്തെ ദിവസം നിന്റെ അപ്പൻ്റെ കഴിയും. ഉള്ളെടുത്ത് തന്നവളല്ലേ നീ പെണ്ണെ, ഉള്ളെടുത്ത് തിന്നവളല്ലേ നീ. വരുന്നുണ്ട് നിന്റെ അപ്പൻ. ഇന്ന് എന്താണാവോ വേറെ പാട്ട്? ഓ, എല്ലാ ദിവസവും ഒരു പാട്ട് പാടുമ്പോ അങ്ങേർക്ക് ബോറടിച്ചു കാണും. ഓ, എന്റെ മോൻ ഇപ്പൊ പഠിച്ച് നാളെ വലിയ ഓഫീസറാവുന്ന തോന്നണേ. ഓ, ഒരു പഠിപ്പുകാരൻ. ഒന്ന് എണ്ണീറ്റ് പോടാ. എന്റെ മനുഷ്യ, ആ ചെക്കൻ അവിടെ ഇരുന്ന് പഠിച്ചോട്ടെ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? എന്തോലൊക്കെയാണ് നീ പറയണേ? തള്ളി മോനും ഒരു അക്ഷരം വേണ്ടരുത്. മീണ്ട ഞാൻ കൊന്നോളെ. എന്റെ കർത്താവേ, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതാണല്ലോ തന്നെ. ഇതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിന്നെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്റെ കർത്താവേ? എന്റെ മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ കുടിച്ച് നിങ്ങളുടെ കരളും കിഡ്നിയൊക്കെ പോവും. ഇവിടെ കിടന്ന് നിങ്ങൾ ചാവും. ഡാ ജോയിമോനെ, എനിക്കിടെ അമ്മച്ചി ചോറ് തരാം. വാ, അമ്മച്ചി വാരി തരാം. എന്നും കുടിച്ചോന്ന് അമ്മച്ചീനെ തല്ലണത്. എന്റെ ക്ലാസ്സിൽ എല്ലാ കുട്ടികളും എന്നെ കളിയാക്കുന്നു. കല്ലൂടിന്റെ മോൻ വരുന്നുണ്ടാന്ന് പറഞ്ഞിട്ട്. അതൊന്നും മോൻ കേക്കണ്ട. നീ നല്ലോണം പഠിച്ച് നല്ല ജോലിക്ക് എന്റെ മോൻ ചേരണം കേട്ടോ. ഇപ്പൊ നിന്നെ കളിയാക്കിയൊരു അന്ന് കാണുമ്പോ തലയും താത്തി പോവും. നിന്റെ അമ്മച്ചിയാ പറയണ. ഓ, എനിട്ടാ മനുഷ്യ, ഇന്നെങ്കിലും നേരത്തെ വന്നോ ഞങ്ങളെ തല്ലി കൊല്ലാനായിട്ട്? കിട്ടുന്നുണ്ടായിരുന്നു. ആ, എന്റെ മനുഷ്യ, നാണുണ്ടോ നിങ്ങക്ക്? രാത്രി ആവുമ്പോ എന്നെയും മോനെയും തല്ലലും തെറിയും. ഇത് ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ വീട്ടുകാരോട് നിങ്ങളുടെ ഒരു തെണ്ടിത്തരവും ഞാൻ പറഞ്ഞിട്ടില്ല. പാവം, അവരെങ്കിലും അവിടെ ഇത്തിരി സമാധാനായിട്ട് ഇരുന്നോട്ടെ. ഞാൻ നിങ്ങളെ ഇന്നു മുതൽ ഒന്നും ചെയ്യില്ലേ. കർത്താവാണ് സത്യം. ഇപ്പൊ നിങ്ങൾ ഇതല്ല ഇതിലും വലുതും പറയും. നേരം വൈകുന്നേരമായ കഴിഞ്ഞു നിങ്ങളുടെ കാര്യം. നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയായേ ഞാനും മോനും ഇവിടെ കിടന്ന് വല്ല വിഷവും തിന്ന് ജീവിതം അവസാനിപ്പിക്കും. കർത്താവാണ് സത്യം. മോനെ ജോയി, എഴുന്നേൽക്കടാ, സ്കൂളിൽ പോണ്ടേ? വായു, അമ്മച്ച് സ്കൂളിൽ കൊണ്ടാക്കാം.
അപ്പച്ചനെ വന്നില്ലല്ലോ. ഈ മനുഷ്യൻ ഷാപ്പിൽ തന്നെ കിടന്നുറങ്ങിയ എൻ്റെ കർത്താവേ. ചേട്ടാ, ഇന്ന് ആൻറ്റോ ചേട്ടൻ ഷാപ്പിൽ വന്നില്ലേ? അതിനൊന്നും ഞാൻ അവനെ കണ്ടില്ല. അവൻ വന്നില്ല ഇതുവരെ. ഇല്ല. എന്റെ കർത്താവേ, എവിടെ പോയി അവൻ? എന്നെ സ്നേഹിച്ച മേരിക്കും മകനും, ഞാൻ നിങ്ങളെ ഇന്നേ വരെ തല്ലിയും കുത്തിയും നിങ്ങളുടെ ഒരു കാര്യവും നോക്കാത്ത ഒരു ഭർത്താവും ഒരു അപ്പനുമായിട്ടാണ് ഇവിടെ നിങ്ങളുടെ ഒപ്പം ഞാൻ ജീവിച്ചത്. ഇന്നലെ നീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളോട് മറക്കാനും പൊറുക്കാനും പറ്റാത്ത തെറ്റുകളാണ് ഞാൻ ചെയ്തത്. ആ പാപക്കറ എനിക്ക് കഴുകി കളയണം. എനിക്ക് ദൈവത്തിൻ്റെ നല്ല ഇടയനാവണം. അതുകൊണ്ട് മേരിയെ, ഞാൻ പോകുന്നു. നമ്മുടെ ജോയിമോനെ നീ നന്നായി നോക്കണം. ഇനി ഒന്നും പറയുന്നില്ല. ഞാൻ പോകുന്നു എന്ന് നിന്റെ ആൻറ്റോ. അമ്മച്ചി അമ്മച്ചി എന്താ? ഒന്നുമില്ലടാ. കുട്ടീനെ നോക്കാൻ എനിക്ക് പറ്റണില്ല. അപ്പം അച്ഛനെ ഏൽപ്പിക്കാം. കുടിയനാ എൻ്റെ ഭർത്താവ്. അനു, അനു. എന്താ അച്ഛാ? ചേച്ചിയോ? അച്ഛ ഇതറിയാനാണോ പുറത്തുനിന്ന് വന്നത്? അച്ഛനെന്താ വല്ല സെൻസസ് എടുക്കണ ജോലി കിട്ടിയാ? ഉവ്, അത് നീ അറിഞ്ഞില്ലേ? രാവിലെ എന്നെ അച്ഛനും മോളും സെൻസസ് എടുക്കാൻ ഇറങ്ങിയോ? നിങ്ങൾക്ക് രണ്ടാൾക്കും വേറെ പണിയൊന്നുമില്ലേ? പിന്നെ നിന്റെ അമ്മയ്ക്കാണല്ലോ ഇപ്പൊ പണി. നമ്മളൊന്നും പണിയില്ലാത്തവര് അല്ലേ മോളെ? ആ, അച്ഛനും മോളും ജോലിയും കഴിഞ്ഞ് കയ്യും കഴുകി ഇങ്ങോട്ട് കയറി വാ. നാലൂട്ടാനും കൂട്ടി ഞാൻ ഊട്ടിക്കാം. അച്ഛോ, ഇന്ന് ഉച്ചക്ക് സ്വാഹ. ഇവിടെയല്ലേ സോഹ, ഹോട്ടലിൽ പോവാലോ. അപ്പൊ അച്ഛൻ ഇനി മുതൽ ഹോട്ടലിൽ നിന്ന് കഴിക്കാനാണോ? ഇല്ല മോളെ, അച്ഛനൊരു തമാശ പറഞ്ഞതാ. അച്ഛൻ ഇത്തരം തമാശ പറയണത് അമ്മ കേട്ട പിന്നെ ഇവിടെ എന്നും തമാശയോ. അല്ല മോളെ, നിനക്കൊരു മൂത്തതുണ്ടല്ലോ, അതെവിടെ? ഓ, തമാശ. അതിന്റെ പേരാണ് എന്റെ ചേച്ചി. ആ, അങ്ങനെയും പറയാം. അല്ല മോളെ, അവളെവിടെ? അച്ഛനിപ്പൊ എന്താ വേണ്ടത്? എന്റെ പൊന്നെ, ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. അവള് റൂമില് വാതിലടച്ചിട്ട് പഠിക്കണുണ്ടാവും. വിളിക്കണാ? അയ്യോ വേണ്ടേ, കടിച്ചേലും വലിയതാവും ആളേല്. ആ, ബെസ്റ്റ്. അമ്മേ, അമ്മ, ഇന്ന് രാവിലെ എന്താ സ്പെഷ്യല്? മട്ടൺ ഇഷ്ടവും പാലപ്പം. എന്താ പോരെ? ധാരാളം. സന്തോഷമായി അമ്മേ, സന്തോഷമായി. പോയാ കറിക്കുള്ള പച്ചക്കറി ഒന്ന് അരിയടി. അവളുടെ ഒരു സിനിമ ഡയലോഗ് പറച്ചില്. നാന്താ നാഗവല്ലി. ആ,
നീയേ മണിച്ചിത്രത്താഴ് സിനിമയിലെ ഡയലോഗും പറഞ്ഞ് നടന്നോ? ഒന്നും പഠിക്കണ്ട കേട്ടോ. എക്സാം കഴിയുമ്പോഴേ നമുക്ക് വലിയൊരു കൊട്ടയിൽ നിറയെ മുട്ടകൾ വാങ്ങിക്കൂട്ടണ്ടേ? ആ കിട്ടുന്ന വലിയ കൊട്ട കൊണ്ടാവും എന്റെ ആദ്യത്തെ ബിസിനസ് ചെയ്യാൻ തുടങ്ങണത്. ഓ, ഇവളെ കൊണ്ട് തോറ്റു. ബാലേട്ടാ, ഞാനിവിടെ ഉണ്ട്. എന്താണാവോ? ചായ കുടിക്കാൻ വന്നോളോ, മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അമ്മുവോ, ചായ കുടിക്കാൻ വാ, അവളെ വിളിച്ചോ. അമ്മ എവിടെ? സുമേ, സുമാ. ആ, നിങ്ങൾ കഴിച്ചോ, ഞാൻ വരാം. അതെ ബാലേട്ടാ, നാളെ രാജേട്ടനും ബാബുവേട്ടനും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ. എന്താ പതിവില്ലാതെ അവർ രണ്ടുപേരും ഒരുമിച്ചൊരു വരവ്? എന്താ എന്റെ ആങ്ങളാരും ഒരുമിച്ച് ഇങ്ങോട്ട് വന്നപ്പോ? അതല്ല സുമേ, അവരടുത്തൊന്നും ഇങ്ങോട്ട് വരാറില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചാൽ ഞാൻ. അല്ല, അവര് വരുന്നത് എനിക്കും സന്തോഷല്ലേ. അല്ല, നീ കാര്യം പറഞ്ഞില്ല. എന്താ കാര്യം? ഒരു കാര്യണ്ട്, അവര് വരുമ്പോ ബാലേട്ടന് കേക്കാലോ. അപ്പൊ അത് മതിയില്ലേ? നാളെ അവരെപ്പോഴാ വരുന്നേ? നിന്നോട് വല്ലതും പറഞ്ഞാ? ഉച്ചയ്ക്ക് ഊണിന് മുന്നായി വരൂത്രേ എന്നാ എന്നോട് പറഞ്ഞത്. അപ്പോ ഉച്ചയൂണ് നന്നായിക്കോട്ടെ. ശരി ബാലേട്ടാ. ചേച്ചിയുടെ മനസ്സ് ഇവിടെ ഒന്നല്ലല്ലോ. ചേച്ചി എന്താ ആലോചിക്കണേ? എന്താ അവള് ഭക്ഷണം കഴിക്കണ്ട എനിക്ക് പോയേ? വേണ്ടാഞ്ഞിട്ടാവും. നിന്റെ ചേച്ചിക്ക് എന്താ പറ്റിയത്? കുറച്ച് ദിവസമായി ഞാൻ അവളെ ശ്രദ്ധിക്കുന്നു. എനിക്കറിയില്ല അമ്മേ, എന്നോട് അവളൊന്നും പറയാറുമില്ല, ഞാനൊട്ടൊന്നും ചോദിക്കാറുമില്ല. സുമേ, ഇന്ന് പേപ്പറില്ലേ? അതിന് ഇന്നലെ മുടക്കായിരുന്നില്ലേ, പിന്നെ എങ്ങനെയാ പേപ്പർ വരിക? ഓ, ഞാനത് മറന്നു. അന്നാ ഒരു ചായതാ. അപ്പൊ പിന്നെ ഇന്നലത്തെ പേപ്പർ ഞാൻ ഒന്നും കൂടി വായിക്കേണ്ടി വരും. ഓ, താങ്ക്സ്. എന്താണ് വയസ്സാം കാലത്തൊരു റൊമാൻസ്? അവിടെ 2 പെൺമക്കളെയും കെട്ടിക്കാറായിന്ന് ഓർമ്മ വേണം. അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ട് എത്രയോ കൊല്ലായി. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല സുമേ. ആ, ഇല്ലെങ്കിൽ നിങ്ങക്ക് കൊള്ളാം. അല്ല, കുട്ടികൾ എണീറ്റില്ലേ? ഏയ്, എണീറ്റില്ല, നേരെ ആവണേ ഉള്ളൂ. അവരെ നാളെ ഓരോരുത്തരുടെ വീട്ടിലേക്കും പറഞ്ഞയക്കാനുള്ളതാ. അതാലോചിക്കുമ്പോ നെഞ്ചിലൊരു വിങ്ങൽ. അയച്ചല്ലേ പറ്റൂ. നേരെ പൊച്ചിയാവും അവരിങ്ങെത്തും. വരട്ടെ, ഇവിടെ വിഭവങ്ങളൊക്കെ റെഡിയാ ബാലേട്ടാ. ബാലേട്ടാ, സുഖം തന്നെയല്ലേ? ആ, ഇങ്ങനെ പോണു. നീ ഇന്ന് ജോലിക്ക് പോയില്ലേ? നാളെ പോവാന്ന് വെച്ചു. ബാലേട്ടാ, നമ്മുടെ കുട്ടികളില്ലേ ഇവിടെ? ആ, അകത്തുണ്ട്. സുമേ, അവരെത്തിട്ടോ? ആ, ഏട്ടന്മാര് നേരത്തെ ഇറങ്ങിയോ വീട്ടീന്ന്? ഉവ്വ്, ഇന്ന് ലീവാണല്ലോ, അപ്പൊ പിന്നെ നേരത്തെ ഇറങ്ങി. എവിടെ നമ്മുടെ കുട്ടികള്? അമ്മുവോ, അനുവോ, ദേ ആരാന്ന് നോക്കിയെവിടെ? അല്ല, ഇതെന്റെ മാമന്മാർക്ക് എന്തു പറ്റി? അത് രണ്ടാളും ഒരുമിച്ച്. ഞങ്ങളിങ്ങനെ കുറെ നാളായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്. ഒന്നും ഇങ്ങോട്ട് വരാന്ന് വെച്ചു എന്റെ അനുമോളെ. ചേച്ചി എവിടെ? ചേച്ചി, ചേച്ചിയെ. ആ, ഇതാരാ, മാമന്മാരോ? എന്താ അമ്മു, നിന്റെ മുഖത്തൊരു വിഷമമുള്ളത് പോലെ. മറ്റേത് ഞങ്ങൾ ഇവിടെ വരുമ്പോ നീ ഇങ്ങനെയൊന്നല്ലല്ലോ ഞങ്ങളോട് പെരുമാറാറുള്ളത്. ഏയ്, ഒന്നുമില്ല മാമ. ആ, ഇല്ലെങ്കിൽ നല്ലത്. അല്ല, വർത്താനം നിർത്തിയിട്ട് കേറി വാ രണ്ടാളും.
അല്ല, നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം വെറുതെ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ബാലേട്ടനോട് പെങ്ങളൊന്നും പറഞ്ഞില്ലേ? ഞാൻ പറയാൻ പാലേട്ടാ, നമ്മുടെ അമ്മൂനൊരു കല്യാണക്കാരൻ വന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ അനിയനാണ് ചെക്കൻ. ദുബായിലാ. അവിടെ ഒരു ഓയിൽ കമ്പനിയിൽ ജനറൽ മാനേജരാ. നല്ല സാലറി. കല്യാണം കഴിഞ്ഞാൽ അമ്മൂനെ അവിടെ കൊണ്ടുപോവുകയും ചെയ്യാം. അവനതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങൾ ഈ കാര്യം അളിയനോടും പെങ്ങളോടും നേരിട്ട് പറയാൻ അങ്ങോട്ട് വന്നത്. ഇപ്പൊ മനസ്സിലായോ? ഓ, അതാണ് സുമ പറഞ്ഞത്. എല്ലാം അവര് വന്നിട്ട് പറയുന്നു. ഇപ്പൊ മനസ്സിലായി. നല്ലതാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ പിന്നെ അവരോട് വന്ന് മോളെ കാണാൻ പറഞ്ഞാലോ ബാലേട്ടാ? ആ, ആയിക്കോട്ടെ, വന്നു കണ്ടുപോട്ടെ. അതിന് ചെക്കൻ വരില്ല കേട്ടോ. ചെക്കൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ ഭാര്യയും പിന്നെ ഞാനും വരൂട്ടാ. നമുക്ക് ഈ ആലോചന അങ്ങോട്ട് ഉറപ്പിച്ചാലോ ബാലേട്ടാ? കേട്ടിട്ട് കൊള്ളാം. അളിയന്റെ അനിയനല്ലേ? അമ്മു, നിന്റെ കാര്യത്തിനാ മാമന്മാര് വന്നത്. നീ കേട്ടില്ലേ? എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട, എനിക്ക് പഠിക്കണം. അതിന് കല്യാണം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാലോ. അമ്മുവോ, നിനക്ക് എന്താ പറ്റിയേ? നീ വളരെ നല്ല രീതിയിൽ കളിച്ച് ചിരിച്ച് നടക്കുന്ന പെൺകുട്ടിയായിരുന്നു. നീ അമ്മയോടെങ്കിലും കാര്യം പറയ്. ആരത് അമ്മുമോളോ? ഇപ്പൊ കുറച്ചു നാളായിട്ട് മോള് കൊണ്ട് വരാറില്ലല്ലോ. ഒന്നുമില്ല ആന്റി. അനഘ എവിടെ? അവളിതാ കയ്യും വായും കൂടി നല്ല യുദ്ധത്തിലാ. എടി, ആ കയ്യിന് ഇത്തിരി റെസ്റ്റ് കൊടുക്ക്. പോടി പട്ടി. മോളിരിക്കേ, അമ്മ ചായ എടുക്കാം. എടാ, നമുക്കൊന്ന് പുറത്തു പോയാലോ? നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താടി, വല്ല കുഴിയിലും ചെന്ന് ചാടിയാ? അല്ല, നിന്റെ മുഖലക്ഷണം കാണാടി എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതിന് മുഖലക്ഷണം പറയാൻ നീ ആരാ? കാക്കാലത്തിയോ? ഒന്ന് വാടി. നീ നടന്നോ, ഞാൻ പിന്നാലെ വരാം. ഒരു 10 മിനിറ്റ്. ഡി, നീ എന്താ സ്വപ്നം കാണാ? എന്താ മോളെ ഉണ്ണിയാർച്ച കാര്യം? ഇത്തിരി പ്രശ്നമുണ്ട് മോളെ. എന്താടി നിനക്ക് പറ്റിയേ? എടി, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? നീ കാര്യം പറയടി പെണ്ണേ. നിനക്കറിയാലോ എന്റെയും ജോയുടെയും കാര്യം. ഞങ്ങള് 3-4 കൊല്ലം പ്രേമിച്ച് നടന്നതാ. ഞാൻ അവനെ ഒരുപാട് വിശ്വസിച്ചു. പക്ഷെ അവന് സ്നേഹത്തിന്റെ ഒരു തരി പോലും ഇല്ലെന്ന് എനിക്ക് പിന്നെ പിന്നെ മനസ്സിലായേ. ക്യാഷായിട്ടും ഗോൾഡായിട്ടും ഞാൻ അവന് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നിന്നോട് പോലും ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവന്റെ ഉദ്ദേശം വേറെ പലതുവാ. അതിനുശേഷം ഞാൻ അവനോട് വഴക്കായി. പിന്നെ ഞങ്ങൾ മീറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഞാൻ കോളും ആൻസർ ചെയ്യാറില്ല. എടി, ഇത് നിന്റെ വീട്ടുകാരെങ്കിലും അറിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? എനിക്കറിയാം. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ദേ പെണ്ണെ, ഒരു വീക്ക് വെച്ച് തരും ഞാൻ. ഓരോന്നിനും ചെന്ന് ചാടിയിട്ട്
എന്തൊക്കെയാണെങ്കിലും അവന്റെ ജീവിത സാഹചര്യങ്ങളാടി അവനിങ്ങനെ ആക്കിയത്. അവന്റെ അപ്പച്ചൻ ഒരു ആൽക്കഹോളിക് ആയിരുന്നു. ഒരിക്കലും ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് എങ്ങോട്ട് ഇറങ്ങിപ്പോയതാ. അവന്റെ അമ്മ അവനൊരു ഓഫനേജിലാക്കിയിട്ട് പുതിയൊരു ജീവിതം തേടിപ്പോയി. നീ ടെൻഷൻ അടിക്കണ്ട, എന്തായാലും നമുക്കൊരു വഴി നോക്കാം. വാ, അമ്മ അന്വേഷിക്കും. ഹലോ മാമ, ഇത് എവിടെയായിരുന്നു? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നീയാ? ഞാൻ ഇവിടെ ഉണ്ട്. നിങ്ങളൊരു കാര്യം അറിഞ്ഞ? അമ്മേ, അമ്മ. എന്തടി? അമ്മ ഒരു കാര്യം അറിഞ്ഞ? അമ്മൂന്റെ കാര്യ. ഇവിടെ ഇരിക്കേ. അല്ല ഗീതേ, ഞാനെന്തീ കേൾക്കണു? അപ്പൊ ഇത് എന്ന് മുതൽ തുടങ്ങിയേ? പിള്ളേരുടെ ഒരു കാര്യേ കഷ്ടം. ഇവിടെ ഉണ്ടല്ലോ ഒരുത്തി, ആലോചിക്കുമ്പോ പേടി തോന്നുക. ഇനി നിനക്ക് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടേ ഉണ്ടെങ്കിൽ ശരിയാക്കി ഞാൻ. നിങ്ങളൊന്നും മിണ്ടാണ്ട് നിന്നേ. അവളൊന്നും അങ്ങനെ ചെയ്യില്ല നമ്മളോട്, ഇല്ലേ മോളെ? നിങ്ങളെ ഒരു പേടിയും പേടിക്കണ്ട. അങ്ങനെ ഞാൻ ചുമ്മാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഇവിടെ ആരും സ്വപ്നം കാണണ്ട. ഒരു 50 പവൻ സ്വർണത്തോട് കൂടിയിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുള്ളൂ. ആവൂ, എന്താ പെണ്ണിന്റെ ആഗ്രഹങ്ങള്? അപ്പൊ അതിന്റെ കൂടെ നിനക്ക് കാറ് വേണ്ട? അയ്യോ, അതിന്റെ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നു. നീ ഓർമ്മിപ്പിച്ചത് എന്തായാലും നന്നായി. അല്ല, ഇവിടത്തെ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ. അമ്മുന്റെ വീട്ടുകാരോട് ഈ കാര്യം പറയണ്ടേ? അല്ല, ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ അവരെ കൂടെ നിക്കണ്ടേ? അതല്ല എന്റെ ശരി. മാമൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സുമോട് പറഞ്ഞാലോ? എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പോംവഴി കണ്ടെത്താലേ? അതൊക്കെ നല്ലത്. പക്ഷെ ഇതറിയുമ്പോ അവർക്കുണ്ടാവുന്ന ഒരു മാനസിക വിഷമം അതാലോചിക്കുമ്പോളാ. നമ്മളിപ്പോ അതൊന്നും ആലോചിക്കണ്ട. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ആ കുട്ടീനെ രക്ഷപ്പെടുത്തുക, അത്ര തന്നെ. വേറെ ഒന്നും ആലോചിക്കണ്ട. അറിഞ്ഞില്ലേ സുമേ അമ്മൂന്റെ കാര്യം? അവളങ്ങനെ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞങ്ങളത് അറിയാൻ വേണ്ടിട്ടാ വന്നേ, പറയാച്ചിട്ട് വന്നേ. നീ വിഷമിക്കണ്ട, വിഷമിക്കാതിരിക്കുക. നമുക്കത് ചർച്ച ചെയ്ത് സോൾവ് ചെയ്യാം. അതിനെ ഞങ്ങൾ വന്നേ, നീ വിഷമിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞതാ, മുമ്പ് നല്ലൊരു ആലോചന വന്നിട്ടുണ്ടായിരുന്നു, അത് മതിയായിരുന്നു. ഇപ്പം എന്താ ചെയ്യാ? ഓരോന്ന് വരുന്നേന് നമ്മൾ വിചാരിക്കണ പോലെയല്ലല്ലോ വരുന്നത്. അതന്നെ ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. എന്താ ചെയ്യാ? ഈ മൊബൈലും ഇന്റർനെറ്റും ഓരോ കാര്യങ്ങളൊക്കെ വന്നപ്പോ ഈ കുട്ടികളൊക്കെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മളെ കൊണ്ട് അതൊക്കെയല്ലേ പറ്റുള്ളൂ. ഇത് അവന്റെ കോളാ. ആരുടെ? ആ ചെക്കൻ്റെയാ? അത് എടുക്ക്, എന്നിട്ട് അവന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാലോ. ഫോൺ സ്പീക്കറിലിട്. അതിന്റെ ആവശ്യമില്ല, ഫോണൊന്നും എടുക്കണ്ട. സുമേ, അങ്ങനെയൊന്നല്ല, ആ ഫോണൊന്ന് എടുക്ക്. ഹലോ ഹലോ മാഡം, കേൾക്കാമോ? ഇത് ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കണേ. ഹലോ, പറയേ, നിങ്ങൾ ആരാ? ഇയാൾ ഇന്നലെ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചതാ. കുറച്ച് സീരിയസ് ആണ്, തലയിൽ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. ഒന്ന് ഹോസ്പിറ്റലിൽ വരാമോ? സുമേ, ഇനി എന്താ ചെയ്യാ നമ്മള്? എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യണ്ട. നീ കുട്ടികളെയും കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ഉറങ്ങാൻ നോക്ക്. സംഗതി ചെയ്യാൻ പാടില്ലാത്തതൊക്കെ അവൻ നമ്മുടെ മോളോട് ചെയ്തു. പോട്ടെ, സാരില്ല. എങ്കിൽ രാവിലെ പോവാൻ നമുക്ക് എല്ലാവർക്കും. മതി, എങ്കിൽ നാളെ കാണാം. ഇന്നലെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആള്? ആ, ഇന്നലെ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞു. ഇവിടുന്ന് പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് രണ്ടാമത്തെ റൂം. അപ്പുറത്തല്ലേ? ഇത് കൂടെ പോയിക്കോളൂ.
ഇവര് ജോയുടെ ആരാ? നിങ്ങൾ ജോയുടെ ആരാന്ന്? ഞാൻ ജോയ്മോന്റെ അമ്മയാ. എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയമ്മേ. എന്നെ നേർവഴിക്ക് നടത്താൻ ആരും ഉണ്ടായിരുന്നില്ല. ചെറുപ്പം തൊട്ടേ അപ്പനും അമ്മയും വഴക്കായിരുന്നു. ഒരു ദിവസം അപ്പനൊരു എഴുത്ത് എഴുതി വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഒരു 6-7 വയസ്സ് വരെ അമ്മയും എന്നെ നോക്കിയുള്ളൂ. എന്നെ ഒരു അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് മറ്റൊരാളുടെ കൂടെ അമ്മയും പോയി. കുറച്ചു കാലത്തിന് ശേഷം ഞാൻ അവിടെ വിട്ടു. സ്നേഹം എന്ന വാക്ക് എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞൂടമ്മേ. ആരുടെ കയ്യിൽ നിന്നും എനിക്കത് കിട്ടിയിട്ടുമില്ല. എൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഞാൻ എല്ലാവരോടും തീർക്കുക. സാരല്ല, ഞാൻ എല്ലാം പുറത്തു. എന്താ ജോയ്മോനെ? അമ്മയുടെ മോളോട് ഞാൻ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടു അമ്മ എന്നെ മോനെ എന്ന് വിളിച്ചില്ലേ, മതി, മനസ്സ് നിറഞ്ഞു. എനിക്കിപ്പോൾ സ്നേഹനിധിയായ ഒരു അമ്മയെ കിട്ടിയല്ലോ, അത് മതി. അമ്മേന്ന് വിളിച്ചോട്ടെ. അമ്മേ.